ഗോളം രഞ്ജിത്ത് സജീവ്, സണ്ണി വെയിൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ഗോളം എന്ന മൂവി ഈ ഒരു വിശേഷങ്ങളായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. ഈ സിനിമ ഒരു സസ്പെൻസ് ത്രില്ലർ മൂവിയാണ്. നല്ലൊരു ഇൻവെസ്റ്റിഗേഷനാണ് ഈ സിനിമയിൽ തുടക്കത്തിലൊക്കെ ഉള്ളത്. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസാണ് സിനിമ തരിക. സെക്കൻഡ് ഹാഫിൽ കഥ കൂടി മാറും. ഈ രഞ്ജിത്ത് സജീവ് വളരെ നന്നായിട്ട് തന്നെ നല്ല അടിപൊളി ലുക്കിലായിട്ടുണ്ട്. നല്ല പോലീസ് ഓഫീസറായിട്ട് നല്ല രസമുണ്ട് കാണാൻ. നല്ല അടിപൊളി അഭിനയമായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു, നല്ലൊരു അടിപൊളിയായിരുന്നു ഈ രഞ്ജിത്ത് സജീവിൻ്റെ വേഷം. പിന്നെ ഈ സിനിമയിൽ ഇതിൻ്റെ BGM ഒക്കെ വളരെ രസമുണ്ട്. നല്ല നല്ല സൂപ്പർ BGM ആണ്. പിന്നെ സിനിമയിൽ ഒരു പാട്ടുണ്ട്. ആ പാട്ട് നല്ല രസമുള്ള കേൾക്കാൻ പറ്റിയ നല്ലൊരു പാട്ടാണ്. പിന്നെ സിനിമ ഭയങ്കര ത്രില്ലിംഗ് ആണ്. ഭയങ്കര എന്ത് സംഭവിക്കും ഭയങ്കര ത്രില്ലിംഗ് ആ സിനിമ. ഒരൊറ്റ ദിവസത്തെ സ്റ്റോറിയാണ് സിനിമയിൽ ശരിക്കും കാണിക്കുന്നത്. ഒരു IT കമ്പനിയിലുള്ള ഒരു മർഡറാണ്. അത് അന്വേഷിക്കാൻ പറ്റുന്ന പോലീസ് ഓഫീസറായിട്ടാണ്. അത് വളരെ നന്നായിട്ട് തന്നെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. ആ IT കമ്പനി വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്റ്റാഫുകളും ഒരുപാട് ആൾക്കാരും ഉണ്ട്. പിന്നെ അതുപോലെ സിനിമയിൽ മറ്റേ അലൻസിയ ലോപ്പസ് വളരെ നന്നായിട്ട് സിനിമയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. സിനിമയിൽ എനിക്ക് ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത് സിനിമേൻ്റെ എൻഡാണ്. എൻഡ് പെട്ടെന്ന് വെച്ചിട്ട് അവസാനിക്കുന്ന പോലെയാണ് സിനിമ എൻഡ് ചെയ്യണത്. എന്നുവെച്ചാൽ ഈ സിനിമക്ക് ഈ സ്റ്റോറിക്ക് ഒരു ക്ലൈമാക്സ് ഉണ്ടെങ്കിലും അതിൽ കൂടുതലൊരു സ്റ്റോറി ഈ സിനിമയിലുണ്ട്. ആ സ്റ്റോറിക്ക് ക്ലൈമാക്സ് വരുന്നില്ല. അതെന്ന് വെച്ചാൽ ആ സിനിമ പെട്ടെന്ന് വെച്ചിട്ട് നമുക്ക് ചിന്തിക്കാൻ വിട്ടതാണോ അങ്ങനെ എന്തോ ആയിട്ടാണ് സിനിമ അവസാനിക്കുന്നത്. സിനിമ പെട്ടെന്ന് അവസാനിക്കണില്ല. ഇനി അടുത്ത ഭാഗം വരുമോ, നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണോ ചെയ്യുന്നത് എന്നുള്ളത് എനിക്ക് കണ്ട് ഒരു കൺക്ലൂഷൻ വന്നിട്ടുണ്ട്. എൻ്റെ എൻഡ് നമ്മളങ്ങനെ ത്രില്ലടിപ്പിച്ച് പെട്ടെന്ന് വെച്ച് അങ്ങോട്ട് കഴിഞ്ഞ പോലെയാണ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഒരു വൺ ടൈം വാച്ചിങ്ങിൻ്റെ മൂവി ഉണ്ട്. അപ്പം നിങ്ങൾ കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. അടുത്ത സിനിമ വിശേഷങ്ങളുമായി ഉടൻ തന്നെ വരും. അപ്പോഴേക്കും എല്ലാവർക്കും നമസ്കാരം. ബൈ.